ഓണം ബമ്പർ അടിച്ച് റിസൾട്ട് വന്ന് അടിച്ചതിന് ശേഷം പ്രസ് മീറ്റിലും മീഡിയസിന്റെ അടുത്തും റിപ്പോർട്ടേഴ്സിന്റെ അടുത്തും ബാങ്കിലും പറയേണ്ട സ്ക്രിപ്റ്റ് വരെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓണം ബമ്പർ റിസൾട്ട് വന്നു. കേരളക്കര മുഴുവൻ കാത്തിരിക്കുന്ന, നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഭാഗ്യശാലി ഞാനല്ല. ഇത്തവണത്തെ ഓണം ബമ്പർ റിസൾട്ട് വന്നപ്പോൾ ഞാനെല്ലാവരും പോലെ ആകാംക്ഷയെ നോക്കിയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കാരണമുണ്ട്. ഇത്തവണ ഓണം ബമ്പർ എന്തായാലും വന്ന് എടുക്കണം എന്ന് വിചാരിച്ച സമയത്ത് ഏറ്റവും ആദ്യം മനസ്സിലാവുന്നത് ഞാൻ പോലീസിലാണ്, എൻ്റെ CPO എല്ലാവർക്കും ഒരു നമ്പർ, അപ്പോൾ ആ നമ്പർ വെച്ചിട്ട് തന്നെ എടുക്കണമെന്ന് നല്ല ആഗ്രഹത്തിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ അത് വിട്ടുപോയി. പിന്നെ പാലക്കാട് നിന്ന് വൈഫിൻ്റെ ഹൗസിൽ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുക്കാന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങനെ പോയി. അവിടെ ചെന്ന് വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു, വണ്ടി നിർത്തിയിട്ട് ആ ടിക്കറ്റ് എടുത്തോളം പറഞ്ഞു. ആ ടിക്കറ്റ് അവിടെ എടുത്തിട്ട് വന്നു. അത് കഴിഞ്ഞ് ഞാനതെടുത്ത് പോക്കറ്റിൽ വയ്ക്കാൻ നോക്കി ജസ്റ്റ് ഒന്ന് നോക്കി, തുറന്ന് നോക്കി വയ്ക്കുന്നത് കറക്റ്റ് ആ CP നമ്പർ. ഞാൻ ഭയങ്കരമായിട്ട് ആകെ എക്സൈറ്റഡ് ആയി. 847 ഞാൻ വെറുതെ മനസ്സിൽ വിചാരിച്ചത്, അവളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല സംഭവം. റാൻഡമായിട്ട് ആ ടിക്കറ്റ് എടുത്തിട്ട് വരും എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും കിട്ടേണ്ട ചാൻസ് ഇല്ലാത്ത നമ്പറാണ് അത് കിട്ടിയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു തവണത്തെ ഭാഗ്യം എനിക്ക് തന്നെ, ആ ഭാഗ്യശാലി ഞാൻ തന്നെ എന്നൊക്കെ വിചാരിച്ച് ഞാൻ കഥയ്ക്ക് എഴുതി. ഇനി മീഡിയാസും റിപ്പോർട്ടേഴ്സും ബാങ്കുകാരൊക്കെ വരുമ്പോൾ ഞാൻ എന്തൊക്കെ പറയും എന്നൊക്കെ ആലോചിച്ച് ഞാൻ അങ്ങനെ സ്ക്രിപ്റ്റൊക്കെ എഴുതി സെറ്റൊക്കെ ആക്കി റെഡിയാക്കിയിരുന്നു. 26-ാം തീയതി നറുക്കെടുത്തു. ചിലപ്പോൾ അന്ന് കിട്ടിയിരുന്നെങ്കിൽ ആ ബമ്പർ, ഇത്തവണത്തെ ബമ്പർ എനിക്ക് തന്നെ ആയിരുന്നു. അത് മാറ്റി വെച്ചു, ഗവൺമെൻറ് ചെയ്ത് ചതി. കുഴപ്പമില്ല. എന്നിട്ട് റിസൾട്ട് വന്നു. ഇന്ന് റിസൾട്ട് നോക്കിയത് 2 മണിക്ക്. ഞാൻ 2 മണി കഴിഞ്ഞിട്ട് നോക്കി റിസൾട്ട് വന്നു. അപ്പോൾ ഫുൾ റിസൾട്ട് വന്നിട്ടില്ല, 5000 വരെ മറ്റോ വന്നിട്ടുള്ളൂ. അപ്പോൾ അതിൽ വെറുതെ ഇങ്ങനെ ഓടിച്ച് നോക്കിയപ്പോൾ ഇല്ല. അപ്പോൾ നമ്മൾ പണിയെടുത്തല്ല ജീവിക്കാൻ പറ്റുള്ളൂ മനസ്സിലായി. എന്നിട്ട് വീട്ടിൽ വന്ന് ജസ്റ്റ് നോക്കി. ഇപ്പോൾ വീണ്ടും റിസൾട്ട് മുഴുവൻ എല്ലായിടത്തും ഇങ്ങനെ വെറുതെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കിയതല്ലേ, ഞാൻ ടിക്കറ്റ് കളഞ്ഞാനെ. അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് ആ നമ്പറിന് 8472 1000 കിട്ടി. 500 ടിക്കറ്റിന് കൊടുത്തു, 1000 കിട്ടി. പക്ഷെ 1000 കിട്ടിയാലല്ല, എൻ്റെ എക്സൈറ്റ്മെന്റ് വേറെ ഒന്നല്ല. എൻ്റെ ആ നമ്പറിന് CP നമ്പർ ഒരിക്കലും വെറുതെ മനസ്സിൽ വിചാരിച്ച കാര്യത്തിന് എൻ്റെ വൈഫിൻ്റെ കൈ കൊണ്ട് തന്നെ അവൾ എടുത്തുകൊണ്ട് വന്ന ആ നമ്പർ എൻ്റെ കയ്യിൽ കിട്ടി. അതിന് 1000 രൂപ, 500 രൂപ, 10 രൂപ കിട്ടിയാലും ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു ഇത് 25 കോടിയാലും കിട്ടിയാലും ഇല്ല എന്ന് പറയില്ല, എന്നാലും 1000 രൂപ കിട്ടി. അപ്പോൾ അടുത്ത തവണ എന്തായാലും 84-72 എല്ലാവരും നോക്കി വെച്ചോ നമ്പർ. നിങ്ങൾ എല്ലാവരും എടുക്കാൻ നിൽക്കണ്ട, എനിക്കുള്ളതാ. അപ്പോൾ ഓക്കെ, ബൈ.